അപ്പോൾ ഇന്ന് നമ്മളൊരു വളകാപ്പിന് പോവുകയാണ്. അപ്പം ചേച്ചിയുടെ മോളെ വളകാപ്പാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അമ്മ ഇന്നലെ പോയി. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ നനഞ്ഞ് പിന്നെ നമ്മുടെ ഓട്ടോയിൽ കൊട്ടിയത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബസ് എന്ന് പറഞ്ഞാൽ തമ്പൂസിന് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒരു പ്രാന്തനാണ്, ബസ് പ്രാന്തനാണ് കേട്ടോ. അങ്ങനെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ പോയപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ഷടപടേ എന്ന് പറഞ്ഞ് നമ്മളിവിടെ എത്തി. അപ്പോൾ ഇത് ഏറ്റവും ഇളയ മാമിയും മോനും കേട്ടോ, മൂത്ത മോനാണ്. ഈ സുന്ദരിമണികൾ എൻ്റെ ഏറ്റവും മൂത്ത മാമൻ്റെ മോള മക്കളാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര കിലിക്ക് മക്കളാണ് രണ്ടുപേരും. കുറേ നാളായി രണ്ടുപേരും കണ്ടിട്ട്. അപ്പോൾ കുഞ്ഞു സമയത്താണ് കേട്ടോ ഞാൻ കണ്ടത്. പക്ഷേ രണ്ടുപേരും ഓടി എൻ്റെ അടുത്ത് വന്ന് നല്ല കമ്പനിയായി. പിന്നെ നമ്മൾ വളകാപ്പ് കാണാനായിട്ട് പോയി. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഇരുട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ലോണം എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല. വളകാപ്പ് ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് ആൺകുട്ടിയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് ഈ മുഖം നോക്കി ഈ ലക്ഷണം പറയുന്നത് രീതികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും പൊട്ടത്തരം പറയും, അത് അതേപോലെ നടക്കാറുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് കേട്ടോ. പിന്നെ ബഹുമാനമില്ല, ഞാൻ അവിടെ ഇരിക്കുന്നതല്ല, അപ്പോൾ ആളിരിക്കുന്നില്ല. പിന്നെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമുക്ക് ഇതുപോലൊരു കിറ്റിനകത്ത് കുറേ പലഹാരങ്ങൾ തരാം. അതൊരു ചടങ്ങാണ് കേട്ടോ. പിന്നെ ഞാനും തക്കുടും തമ്മും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അതായത് കഴിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലിൻ്റെ ഇടയിൽ കയറും. അപ്പോൾ നമുക്കൊന്ന് നടക്കണം. അങ്ങനെ നടക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. നമ്മൾ ബൊക്കയിലൊക്കെ വെക്കുന്ന സൈസ് ചെടിയില്ലേ, ഇലയില്ലേ, ആ ഒരു ടൈപ്പാന്ന് തോന്നി. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവിടുന്ന് ഒരു കമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ നിൽക്കുന്നത് എൻ്റെ വല്യമ്മയുടെ മൂത്ത മരുമോളാണ്. പേര് സുജി എന്നാണ്. കണ്ടരുവില്ലത്തിലൊക്കെ ഉണ്ടെങ്കിലും ആളൊരു പാവമാണ്. ഇതിനേക്കാൾ കൂടുതൽ ഇഷ്ടം സുജിയൻ്റെ അടുത്താണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്താണ് കൂടുതൽ ഇഷ്ടം. ആൾ വന്ന കാലം മുതലേ ആളോട് ഭയങ്കര കാര്യമാണ്. അത് അന്നും ഇന്നും ഒരേപോലെ കൊണ്ടു. പിന്നെ അവിടെ നിന്ന് വല്യമ്മയുടെ ചെടികളൊക്കെ കുറേ അടിച്ചു മാറ്റി. കുറേയൊക്കെ വല്യമ്മ എനിക്ക് വെട്ടി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ അടിച്ചു മാറ്റി. ഇതൊക്കെ കിളിക്കുമെന്ന് അറിയാൻ പാടില്ല. നമുക്ക് വീഡിയോ എടുത്തിരുന്നത് സുജി ചേച്ചിയാണ് കേട്ടോ. മാവിൻ്റെ ഇല വേണം കൊണ്ട് നിനക്ക്. അങ്ങനെ നമ്മൾ അടിച്ചു മാറ്റിയ ചെടികളെല്ലാം കൂടെ ചേച്ചി കവറിലാക്കി നമുക്ക് ഭദ്രമായിട്ട് തന്നു വിടുവാണ്. അടിച്ചു മാറ്റിയത് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. നമ്മളവിടെ നിന്ന് ബലാക്കാര്യമായിട്ട് പിച്ചെന്ന് പറയാം, അങ്ങനെ വേണം പറയേണ്ടത്. പിന്നെ കുറേയൊക്കെ വല്യമ്മ വിട്ടു തന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.